സാർ അപ്പോൾ അവിടുത്തെ പരിപാടിക്ക് എങ്ങനെ ഗ്രാൻഡായിട്ടാണോ? ഗ്രാൻഡാണ്, ഗ്രാൻഡാക്കണം. നമ്മൾ ഇവിടെ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ പരിപാടി പ്രധാനമായിട്ടും നമ്മൾ ഗുരുക്കന്മാരെ ആദരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. 2, കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഇവിടെ പഠിച്ചു പോയ ആളുകൾക്ക് അവരുടെ വിദ്യാലയം വന്ന് കാണാനും ആ ക്ലാസ് റൂമിലൊന്ന് ഇരിക്കാനും ഒക്കെയുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. പൊതുവേ ഞങ്ങളുടെയൊക്കെ പ്രായത്തിലേക്ക് എത്തുമ്പോൾ അത് ഭയങ്കരമായ ഒരു നൊസ്റ്റാൾജിയ അനുഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആളുകളെ സ്വീകരിക്കുന്നു, എല്ലാവരെയും ക്ലാസ്സുകളിലേക്ക് അയക്കുന്നു. ദെൻ അധ്യാപകർക്ക് നമ്മളിവിടെ സ്റ്റാഫ് റൂമിൽ ഫെസിലിറ്റി കൊടുക്കുന്നു. തുടർന്ന് ഒരു 1.5 മണിക്കൂറോളം അതിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ, അതായത് ബാച്ചുകളുടെ ഗെറ്റ് ടുഗദർ ഉണ്ടാവും. ആ ഗെറ്റ് ടുഗദറിന് ശേഷം നമ്മൾ ഈ കാണുന്ന നമ്മളുടെ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത്രയും വിശാലമായ ഈ ഒരു ആംബിയൻസിലാണ് നമ്മൾ സംഗമം നടക്കുന്നത്. അപ്പോൾ ഗെറ്റ് ടുഗദർ ഉണ്ടാവും. ആ ഗെറ്റ് ടുഗദറിന് ശേഷം ചെറിയ ലഘു ഭക്ഷണത്തോട് ശേഷം വൈകുന്നേരം പിരിയുന്ന രീതിയിലാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആളുകൾ വരുന്നത് മുതൽ ഇവിടെ ക്ലാസ്സുകളിൽ എത്തുന്നത് മുതൽ നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധ വേണം അതിനുള്ളിൽ കേട്ടോ. ശരിയല്ലേ? ചെയ്യൂലേ? ആ.